ഹായ് ഹലോ സിജിയാണ് കേട്ടോ. കുളിച്ചിങ്ങിച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും എന്താണ് നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ഈ ഒരു ആശാന്റെ പ്രൊപ്പഗേഷനെ കുറിച്ചാണ്. ഇതാണ് നമ്മുടെ അലോക്കേഷ്യ ആമസോണിക്ക. എലിഫന്റ് ഇയർ എന്നും ആമസോണിക്ക പോളി എന്നും ഒക്കെ വിളിപ്പേരുള്ള അതിമനോഹരമായി കണ്ട പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ അലോക്കേഷ്യ ആമസോണിക്ക എന്നുള്ള ഈ ഒരു പ്ലാന്റ്. ഈ ഒരു പ്ലാന്റ് പണ്ടേ തൊട്ടേ നമ്മുടെ വീടുകളിൽ ഒക്കെ ഉള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഇതിന് മുന്നേ നമ്മളിട്ട ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നല്ല ഒരു ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമായാൽ തീർച്ചയായും ഒരു സപ്പോർട്ട് തരാൻ മറക്കണ്ട. അപ്പോൾ അതിൽ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്താനും മറക്കണ്ട. പിന്നെ അതിൽ ബെല്ലൈക്കൻ്റെ ഓപ്ഷൻ ഓൾ എന്ന ഒരു ഓപ്ഷൻ കൂടി ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതുമായിരിക്കും. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫും വീനേഷൻസും ഒക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും എത്ര മനോഹരമായ ഒരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന ചേമ്പ് ചെടിയില്ലേ, ചേമ്പില്ലേ, ആ ചേമ്പിൻ്റെ അതേ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഇത് ഒരിക്കൽ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായി പോകില്ല. ഇനി പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് അഴുകിപ്പോയതായൊക്കെ നമുക്ക് തോന്നുമെങ്കിലും പിന്നീട് ഒരു മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ഇത് വീണ്ടും ഇതിൻ്റെ ആ ഒരു റൈസോമിൽ നിന്ന് വീണ്ടും പിടിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഈ ഒരു പ്ലാന്റ് ഒരിക്കലും തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയില്ല. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയിൽ വീനേഷൻസ് ഒക്കെ കൂടിയ ഒരു പ്ലാന്റാണ് ഈ അലോക്കേഷ്യ ആമസോണിക്ക എന്നുള്ള ഒരു പ്ലാന്റ്. നല്ലൊരു സിൽവർ കളറിലെ വെയിൻസ് ഒക്കെ ഇതുപോലെ പ്രൊജക്റ്റ് ചെയ്ത് ഇരിക്കുന്ന പ്ലാന്റാണ് ഇത്. നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിലാണ് ഇതിൻ്റെ ആ ഒരു ലീഫിൻ്റെ സ്ട്രക്ചറൊക്കെ വരുന്നത് തന്നെ. കണ്ടില്ലേ, ഇത്ര ഭംഗിയാണ്. ഇതിൻ്റെ തന്നെ വേറൊരു കാറ്റഗറിയിൽപ്പെട്ട പ്ലാന്റാണ് ഇത്. കണ്ടില്ല, പക്ഷേ ഇതിൽ ഇതുപോലെ ലീഫ് അതുപോലെ പ്രൊജക്റ്റ് ചെയ്തിരിക്കില്ല. ഇതൊരിക്കൽ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതായിരുന്നു. ഇപ്പോൾ ഇതേ മഴയൊക്കെ പെയ്തപ്പോൾ വീണ്ടും നന്നായിട്ട് ഒത്തിരി തൈകളൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരിക്കൽ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുമെന്ന് പ്രതീക്ഷിക്കുകയുണ്ട്. അപ്പോൾ നമുക്ക് എന്നും നമ്മുടെ ലൈഫ് ലോങ് കൂടെ കാണുന്ന ഒരു പ്ലാന്റാണ് ഇതുപോലെയുള്ള അലോക്കേഷ്യ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ്സ്. ഒത്തിരി ചെടികളുടെ ചുവട്ടിലായിട്ടോ അല്ലെങ്കിൽ നല്ല കൂറ്റൻ മരങ്ങളുടെ അടിയിലായിട്ട് നല്ല ഷെയ്ഡ് കിട്ടുന്ന ഏരിയയിലൊക്കെയാണ് ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നത്. അപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ലീഫൊക്കെ പൊള്ളിപ്പോയി ഇതിൻ്റെ സൈഡിലൊക്കെ കരിഞ്ഞ് മഞ്ഞിച്ച് ഒക്കെ വരും. അപ്പോൾ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് വാട്ടറിങ്ങിൻ്റെ ആവശ്യം ഈ ഒരു പ്ലാന്റിനില്ല. ഒത്തിരി വെള്ളം കെട്ടി നിന്നാലും ഇത് കൂടൊക്കെ അഴുകി റൈസോംസ് ഒക്കെ അഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം വെള്ളം ഒഴിക്കുന്നതിൽ ശ്രദ്ധിക്കണം. അത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കെയറിങ്ങിൻ്റെയൊക്കെ കാര്യം. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഫെർട്ടിലൈസേഷനൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ലീഫി പ്ലാന്റുകൾക്ക് പൊതുവേ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ചാണകം കൊടുക്കാം, നല്ല ഉണങ്ങിയ കമ്പോസ്റ്റ് കൊടുക്കാം. ഇനി അതല്ല എങ്കിൽ NPK 19-19 മാസത്തിലൊരിക്കലോ 2 തവണയോ ഒക്കെ നമുക്കിതിൻ്റെ ഇലകളിലും അതിൻ്റെ ചുവട്ടിലും ഒക്കെ ആയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മെയിനായിട്ടും പറയുന്നത് ഇതിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ചാണ്. അപ്പോൾ ആ പ്രൊപ്പഗേഷൻ രീതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റായിട്ട് നമ്മൾ കാണിക്കുന്ന പ്രൊപ്പഗേഷൻ രീതി വെച്ചാൽ ഇതിൻ്റെ കോംസിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അതിനെ നമ്മൾ കുഴിച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന രീതിയാണ്. അപ്പോൾ ഓരോ രീതികളായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് അത്യാവശ്യം ഇത്രത്തോളം ഹൈറ്റിൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു പ്ലാന്റ് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സമയമായി. മാത്രമല്ല ഇഷ്ടം പോലെ തൈകളും ഇതിൻ്റെ ചുവട്ടിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് 3 രീതിയിൽ നമുക്ക് ഈ ഒരു പ്ലാന്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇഷ്ടം പോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അത് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് മെയിനായിട്ടും ഇതിൻ്റെ ഈ ഒരു പാർട്ടിനെ നമ്മൾ മണ്ണിൻ്റെ അടിയിലായിട്ടും വരുന്ന ഈ ഒരു പാർട്ടിനെ നമ്മൾ വിളിക്കുന്നത് റൈസോംസ് എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ തൈകൾ ഉണ്ടാക്കാം. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് ഈ ഒരു സാധനം കണ്ടു, ഇതിങ്ങനെ നിൽക്കുന്ന ഈ ഒരു സാധനം ഇതുപോലെ വരുന്ന ഇതുപോലത്തെ വരുന്ന ഇത് സാധനത്തിന് നമ്മൾ വിളിക്കുന്നത് ഇതിൻ്റെ കോംസ് എന്നാണ്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വിത്തുകൾ പോലെ വരും. നമ്മുടെ സാധാ ചേമ്പൊക്കെ ഇല്ലേ, ചേമ്പിൻ്റെയൊക്കെ പോലെ ഇതുപോലെ ഇങ്ങനെ ചേമ്പിൻ്റെ വിത്തുകൾ മുട്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം തന്നെയാണ്. അത് ഈ ചെടിക്ക് ഇതുപോലെ വരും. നമ്മൾ കോംസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു സാധനം നട്ട് കൊടുത്താലും ഇതിൽ നിന്ന് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ തൈകളുടെ സെപ്പറേഷൻ ടെക്നിക്കാണ്. സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ല, ഇതിൻ്റെ തൈകളെ ഇതിൽ നിന്ന് മാറ്റി നടുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ സെപ്പറേഷൻ ടെക്നിക്ക്. അപ്പോൾ അതിനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഇതുപോലെ ഒന്ന് ഇളക്കി, വേരൊന്നും പൊട്ടാതെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി എടുത്തു കൊടുത്താൽ മതി. ഇതുപോലെ ഓരോ തൈകളെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇത് തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലായി, ഇതാണ് കോംസ്. ഈ കോംസിൽ നിന്നാണ്
ഈ ഒരു തൈ ഉണ്ടായിരിക്കുന്നു. അതുപോലെ ഇഷ്ടം പോലെ കോംസ് ഇതിൽ കാണും. അതിൽ നിന്ന് കോംസ് വഴി നമുക്ക് തൈകൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഇതുപോലെ തൈ സെപ്പറേറ്റ് ചെയ്തെടുത്ത് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഈ 4 തൈകളെയും നമുക്ക് റീപോർട്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇതിൻ്റെ കോംസിനെയും നട്ടു കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു പ്ലാന്റിനെ മൊത്തത്തിൽ ഈ മണ്ണിൽ നിന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് എളുപ്പത്തിൽ ഇളകി വരാൻ വേണ്ടിയിട്ട് ഇനി നന്നായിട്ടൊന്ന് തട്ടി ഇതായ ഒരു ചെടി ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റൈസോംസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ലെങ്തിലുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരുപാട് പാർട്സായിട്ട് കട്ട് ചെയ്ത് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് ഇവിടെ വെച്ച് റൂട്ടോട് കൂടി ഇവിടെ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ നമുക്ക് പുതിയൊരു പോട്ടിലോട്ട് ഈ ലീഫും സ്റ്റെമ്മുമായിട്ട് നട്ടു കൊടുക്കാം. ഈ പ്ലാന്റുകളൊക്കെ ഈ മണ്ണിലൊക്കെ ഒന്ന് തപ്പി നോക്കിയതാ ഇതുപോലത്തെ കോംസ് കിട്ടും. അതായത് അതിൻ്റെ വിത്ത് എന്നൊക്കെ പറയത്തില്ലേ, നമ്മുടെ ചേമ്പിലൊക്കെ നോക്കിയാൽ തന്നെ കാണും ഇതുപോലത്തെ വിത്തുകൾ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് നന്നായിട്ട് ഇളക്കി നോക്കിയാൽ ഇഷ്ടം പോലെ വിത്ത് കിട്ടും. അപ്പോൾ എനിക്കിപ്പോൾ 1-2 വിത്തൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മണ്ണ് മൊത്തത്തിലായിട്ട് ഒന്ന് തട്ടിയിട്ടിട്ട് നമ്മളിതുപോലെ ഒന്ന് ഇളക്കി നോക്കുകയാണെങ്കിൽ കിട്ടും. വളരെ ചെറിയ വിത്തുകളാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതിനെ നന്നായിട്ട് നമ്മൾ ഇളക്കി നോക്കിയാൽ നമുക്ക് കുറേയൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ ആ റൈസോംസ് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കഴുകുമ്പോൾ നമുക്ക് ഈ റൂട്ട് നോഡുകളൊക്കെ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഓരോ റൂട്ട് നോഡും വെച്ച് നമുക്ക് എത്ര കട്ടിങ്സുകൾ വേണമെങ്കിലും നമുക്ക് മുറിച്ചെടുക്കാം. പിന്നെ അധികം നടക്കുന്ന ഇതുപോലത്തെ റൂട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതിനെ നമുക്ക് കുറേ പീസുകളാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ല ഒരു മൂർച്ചയുള്ള ഒരു കത്തി എടുക്കണം. ഈ കത്തിയെ നമ്മൾ നന്നായിട്ട് തീയിലൊന്നി ചൂടാക്കി ഇതിനെ സ്റ്റെറിലൈസ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് ഇതിനെ നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്തെടുത്തിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തീയിലൊക്കെ വെച്ച് ചൂടാക്കി എടുത്ത കത്തിയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ റൂട്ട് ഉള്ള 2 കട്ടിങ്സ് വെച്ചതിന് ശേഷം ഇതിൽ റൂട്ടുണ്ട്. അപ്പോൾ ഇത് പിടിച്ചോളൂ. അപ്പോൾ ഇതിനെ നമുക്ക് പുതിയ ഒരു പോട്ടി മിക്സൊക്കെ തയ്യാറാക്കി അതിലോട്ട് നട്ടു കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ആ പോട്ടിലുണ്ടായിരുന്ന മണ്ണിനെ തന്നെ കുറച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഉമി ഇട്ട് കൊടുക്കാം. മണ്ണ് നല്ല പോട്ടി മിക്സ് ലൂസായിരിക്കാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് കുറച്ചധികം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാനുള്ളത് ഒരു പിടി വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്കി എന്തെങ്കിലുമൊക്കെ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നശിപ്പിക്കാൻ നല്ലതാണ്. ഇനി കുറച്ച് നനച്ച് കൊടുത്ത കൊക്കോ പിറ്റ് കൂടി ഇട്ട് കൊടുക്കാം. കൊക്കോ പിറ്റ് നല്ല ഒരു തണുപ്പ് കൊടുക്കാൻ നല്ലതാണ്. ഈ പ്ലാന്റിന് നല്ല തണുപ്പ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ കൊക്കോ പിറ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഫംഗിസൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഫംഗിസൈഡ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സാഫാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാകുമ്പം അഴുകി പോകുന്ന കീടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ എല്ലാ ഫംഗസുകളെയൊക്കെ നശിപ്പിക്കും. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ആ മണ്ടഭാഗം മുറിച്ചില്ലേ, ഇലയോടുകൂടി സ്റ്റെമ്മോടുകൂടി മുറിച്ച ഭാഗത്തിന് നമുക്ക് നട്ടു കൊടുക്കാം. ചൂട്ടിലായിട്ട് നല്ല വെള്ളമൊക്കെ ഡ്രൈനേജ് സിസ്റ്റമൊക്കെ കിട്ടുന്നതിനായിട്ട് ഇതുപോലെ ഓട് കഷ്ണങ്ങളോ ചുരുവട്ട പീസോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഈ മണ്ണ് ഫില്ല് ചെയ്ത് ഇത് നട്ടു കൊടുക്കും. ഇത് നമ്മൾ നട്ടു വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ 3-4 ദിവസം നല്ല തണലത്ത് തന്നെ വെക്കണം. ഒട്ടും തന്നെ വെയിൽ അടിക്കാത്ത സ്ഥലത്ത് വെച്ച് വേണം നമ്മളിതിനെ ഇനി കുറച്ച് ദിവസം സ്റ്റെയർ ചെയ്യാൻ. അപ്പോൾ പുതിയ ലീഫൊക്കെ വന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് വളമൊക്കെ ഇട്ട് കൊടുക്കാം. ഉണങ്ങിയ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഒക്കെ ഇട്ട് കൊടുക്കാം. വലിയ ലീഫുകളോടുകൂടി ഇത് വളർന്നു വരും. നമ്മൾ ഈ ഒരു തൈകളെയും നമുക്ക് അതുപോലെ പോട്ടി മിക്സിലായിട്ട് നട്ടു കൊടുക്കാം. തൈകളെയും നമ്മൾ അതിൻ്റെ പുതിയ ഒരു കുഞ്ഞു പോട്ടുകളിലായിട്ട് നട്ടിട്ടുണ്ട്. അപ്പോൾ പുതിയ ലീഫൊക്കെ വന്നിട്ട് നമുക്ക് ഫെർട്ടിലൈസറൊക്കെ നൽകി ഇതിൽ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടി ഫെർട്ടിലൈസറൊക്കെ നൽകി കൊടുക്കാം. ചാണകവും NPKയും ഒക്കെ എല്ലുപൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ആ ഒരു റൈസോംസിന് കുറേ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ആക്ച്വലി ഞാൻ വീഡിയോ ഓണാക്കി കട്ട് ചെയ്തതാണ്. ശരിക്കും വീഡിയോ ഓഫായിപ്പോയി. അപ്പോൾ ഇതിനെ ഇതുപോലെ ഓരോ നോഡുകൾ വെച്ച് നമുക്ക് എത്ര പീസുകളായിട്ട് വേണമെങ്കിലും നോഡുണ്ടാകുന്ന മാത്രം നോക്കിയാൽ മതി. റൂട്ടിൻ്റെ നോഡുള്ളതനുസരിച്ച് നമുക്കിതുപോലെ ഒത്തിരി പീസസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 12, 13 തൈകൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടായി കിട്ടും. ഇതിന് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഇതിനെയൊക്കെ ഈ 2 പീസായിട്ട് വീണ്ടും കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് എങ്ങനെ നട്ടു കൊടുക്കാമെന്ന് നോക്കാം. ഇനി നമ്മൾ മുറിച്ച് വെച്ച പീസിന് ഫംഗൽ ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി കുറച്ച് സാഫ് പേസ്റ്റ് പോലെ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് 2 സൈഡിലായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ 2 സൈഡിലും തേച്ച് നമ്മൾ കുറച്ച് നേരം ഇതിനെ ഒന്ന് ഉണങ്ങാൻ വയ്ക്കുക. ഒന്നുകിൽ നമുക്ക് നാളെ നട്ടാൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇന്ന് തന്നെ നമുക്ക് നട്ടു കൊടുക്കാം.
അതിനായിട്ട് ഞാനിവിടെ ഈക്വൽ അളവിൽ മണലും കുറച്ച് കുതിർത്ത കൊക്കോ പിറ്റും കൂടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വളങ്ങളൊന്നും തന്നെ ചേർക്കാൻ പാടില്ല. ഒരു വളവും നമ്മളിതിൽ ചേർക്കാതെ ജസ്റ്റ് മണലും കൊക്കോ പിറ്റും മാത്രം മതി. അല്ലെങ്കിൽ കുറച്ച് മണ്ണും കൂടുതൽ കൊക്കോ പിറ്റും ആയാലും മതി. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഇതുപോലത്തെ ഒരു ട്രേ എടുത്തിട്ട് ഇതിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. അടിഭാഗത്ത് മാത്രം കുറച്ച് ഈ നമ്മളുണ്ടാക്കിയ പോട്ടി മിക്സ് കൊടുക്കണം. ഇത് നമ്മുടെ ഈ ഓരോ പീസുകൾ ഇതിൻ്റെ അകത്തായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് മണ്ണിട്ട് കൊടുക്കണം. വെച്ചു കൊടുക്കും. എന്നിട്ട് ബാക്കിയിലായിട്ട് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. ഇത് മതി. ഇനി അധികം പ്രസ് ചെയ്ത് കൊടുക്കണ്ട. ഇതുപോലെ ആക്കിയിട്ട് ഷെയ്ഡിൽ വെച്ച് നമുക്ക് നനച്ച് കൊടുത്താൽ മതി. കുറച്ച് സമയം എടുക്കും ഇതൊന്ന് പൊടിച്ച് വരാനായിട്ട്, കുറച്ച് സമയം എടുക്കും. അപ്പം ആരും തന്നെ ഇത് വേര് വന്നത് പിഴുത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് അത്യാവശ്യം പൊളച്ച് വരുന്നത് വരെ നമ്മളിതിന് ഷെയ്ഡിൽ വെച്ച് നനച്ച് കൊടുക്കണം. ഇനി ഈ വലിയ പീസൊക്കെ അതിൽ നമുക്ക് നടാൻ പറ്റാത്ത പീസുകളുണ്ടെങ്കിൽ നമുക്കിതുപോലെ അധികം താത്തരുത്, ഇതുപോലെ ഇത്ര ഇതിൽ മാത്രമേ താത്താവൂ. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് മണ്ണ് പ്രസ് ചെയ്യാതെ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ മൂന്നും കൂടെ ഞാൻ ഒരുമിച്ച് ഇതിലാക്കി നട്ടു കൊടുക്കുകയാണ്. അപ്പം തൈ അതിൽ നിന്ന് മുളച്ച് പുതിയ തൈ പോലെ വന്നിട്ട് പുതിയ ഒരു പോട്ടിലോട്ട് മാറ്റി കൊടുക്കും. അപ്പം ജസ്റ്റ് മണ്ണ് പ്രസ് ചെയ്യാതെ ഇതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മുടെ ഇതുപോലത്തെ കോംസില്ലേ, കോംസ് അതിനെ നമ്മൾ മുട്ട് എന്നൊക്കെ പറയുന്ന ഈ സാധനത്തിന് ഇതിനെയും നമുക്ക് ഇതുപോലെ നട്ടു കൊടുക്കാം. അത് നമ്മൾ സാധാ വിത്തുകളൊക്കെ നടത്തില്ലേ, ഒരു കുഴി, ഒരു കൈക്കുഴി ഇതിൽ മാത്രം നമ്മൾ നട്ടു കൊടുക്കുക. സീഡ് നടുന്ന പോലെ ഇതിനെല്ലാത്തിനെയും നമുക്ക് ഇതുപോലെ നട്ടിട്ട് ജസ്റ്റ് മണ്ണ് അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് നമ്മൾ ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് മണ്ണിടുക മാത്രമേ ചെയ്യാവുള്ളൂ. ഒരുപാട് ആഴത്തിൽ നട്ടു വെച്ചാൽ ഇത് പൊടിക്കാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ മാത്രം വെച്ചിട്ട് നമുക്ക് ഷെയ്ഡിൽ വെച്ച് വെള്ളം ഒഴിച്ച് വളർത്തിയെടുക്കാം. അപ്പോഴേ നമ്മുടെ അലോക്കേഷ്യ ആമസോണിക്ക എന്ന ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി തീർച്ചയായും ഒരു സപ്പോർട്ട് തരാൻ മറക്കണ്ട. അപ്പോൾ ഇതിലും മനോഹരമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ഫ്രം സിജി നിജാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.